ഇ ഡി ഇപ്പോൾ ഒരു പ്രധാന നീക്കവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് CPM-ന്റെ സംസ്ഥാന നേതാക്കൾ ഗൂഢാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തത്. അതായത് മുതിർന്ന നേതാക്കളായ ശിവൻകുട്ടി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ജോയ് തുടങ്ങിയവരൊക്കെ തന്നെ വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തി. അവർ വളരെ പ്രകോപനപരമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ അണികൾ ഇ.ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം തല്ലി തകർക്കുന്നത്, അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം അന്ന് നടത്തിയ സംഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനോട് നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മുന്നിൽ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇ.ഡിയുടെ മുമ്പിലേക്ക് വീണയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാൽ അടുത്ത നീക്കം CPM-ലെ ഒരു മുതിർന്ന നേതാവിലേക്കായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയന് സമൻസ് അയച്ച് വിളിച്ചു വരുത്താനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നു. അങ്ങനെ വേണ്ടേ വിലയിരുത്താൻ? അതിനെല്ലാ സാധ്യതയുണ്ട്. കാരണം ആ കേസിലെ സത്യത്തിൽ ഒന്നും പിണറായി വിജയൻ ഒറ്റക്കോ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഒറ്റക്കോ ചെയ്ത കുറ്റമല്ലാതെ ആ എപ്പിസോഡിലെത്തുമ്പോൾ ഇപ്പോൾ നേരെ ചൊവ്വേ പറഞ്ഞാൽ വീണ തൈക്കണ്ടി എന്ന വ്യക്തി നടത്തിയ ഒരു സ്ഥാപനം, നടത്തിയെന്ന് പറയുന്ന സ്ഥാപനം, അത് കടലാസ് കമ്പനിയാണെങ്കിലും എക്സാലോജിക്, ആ കമ്പനിക്ക് കുറച്ച് പണം വരുന്നു. കാരണം ഈ സ്ഥാപനം ഇ.ഡി എന്ന് പറയുന്ന സാമ്പത്തിക തിരിമറികൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ്. അതെ. അപ്പൊ കണക്കിൽപ്പെടാത്ത കുറച്ച് പണം 2.78 കോടി ആ അക്കൗണ്ടിലേക്ക്, ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അത് വീണ തൈക്കണ്ടി സ്വീകരിക്കുന്നു. അത് എന്തിന്റെ കണക്കിലാണ്? ഈ CMRL എന്ന കമ്പനി എന്ത് കണക്കിലാണ് എക്സാലോജിക്കിന് ഇത്രയും പണം കൊടുത്തത്? എന്താണ് പകരം? അവർ തമ്മിലെ ബിസിനസ് ഡീൽ എന്താണ്? അതിന്റെ കോൺട്രാക്ട് എവിടെയാണ്? അതിന്റെ കൊട്ടേഷൻ എവിടെയാണ്? അതിന്റെ റെസിപ്റ്റ് എവിടെയാണ്? അതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ? ഇനി പകരം എന്ത് സേവനമാണ് നിങ്ങൾ തിരിച്ച് എക്സാലോജിക്ക് ഇവർക്ക് കൊടുത്തത്? അതിന്റെ എന്ത് റേറ്റിലാണ് കൊടുത്തത്? എത്രയാണ് അതിന്റെ വോള്യം? ഇതാണ് ഇവർ അന്വേഷിക്കുന്നത്. അതിന് നേരെ ചൊവ്വേ കണക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നോ തീരാമായിരുന്ന കേസാണ്. കണക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിലാണ് അപകടം. ഇനി കണക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇവർ നേരത്തെ തന്നെ ചെയ്യാമായിരുന്ന കേസ് എന്താ? ഈ രാജ്യത്തെ ഒരു ഏജൻസി, ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിക്ക് ഒരാളെ കുറിച്ച് ഒരു ഇടപാടിനെ കുറിച്ച് സംശയം തോന്നുന്നു. സംശയം തോന്നുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരുണ്ടാവും. ഇനി പരാതിക്കാരില്ലെങ്കിൽ പോലും ഇവർ ഇത്തരം കമ്പനികളുടെ ഇടപാടുകളൊക്കെ സ്ഥിരം പരിശോധിക്കുന്നവരാണ്. ഗവൺമെന്റിന് ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ മോണിറ്റർ ചെയ്യാൻ ഏജൻസി ഉണ്ട്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും ധനകാര്യ വകുപ്പിനും റിസർവ് ബാങ്കിനും ഒക്കെ അതിന് സംവിധാനമുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പരാതിയും കൂടി വന്നു. പരാതിയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത്? അത് ബോധ്യപ്പെടുത്തണം. സമൻസ് കിട്ടിയാൽ ഇന്ത്യയിലെ ഏത് ഏജൻസിയിൽ നിന്നും ഒരു നോട്ടീസ് കിട്ടിയാൽ ആ സമയത്തിന് ചെന്നു കൊടുക്കണം, ചോദ്യം ചെയ്യാൻ ചെല്ലണം. അത് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയണം, ചോദ്യങ്ങൾ മുഴുവൻ കേൾക്കണം. ഉമ്മൻചാണ്ടി പോലും കാണിച്ച മാതൃക അങ്ങനെ പലരും കാണിച്ചിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട പലരും കാണിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ, ഉമ്മൻചാണ്ടിക്ക് ബാധകമായ ഒരു മാതൃക കീഴ്വഴക്കം പിണറായി വിജയനും ബാധകമാണല്ലോ. പിണറായി വിജയന് പോലും നോട്ടീസ് വന്നിട്ടില്ല. ആർക്കാണ്? പിണറായി വിജയന്റെ മോളാണ് എന്ന കാരണത്തിന് ഒരു പൗരൻ, ഒരു ഇന്ത്യൻ സിറ്റിസൺ കാണിച്ച കുറ്റകൃത്യങ്ങൾ എങ്ങനെ കാണിച്ചു എന്ന് തോന്നിയാൽ, ഗവൺമെന്റിന് തോന്നിയാൽ, ഗവൺമെന്റ് ഏജൻസിക്ക് തോന്നിയാൽ, അതല്ല എന്ന് നമ്മുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്, ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് ബോധ്യപ്പെടുത്തണം. സത്യത്തിൽ ആദ്യം ചോദ്യം ചെയ്യാൻ നോട്ടീസ് കിട്ടിയ ദിവസം തന്നെ പോയിട്ട് തൻ്റെ കയ്യിലുള്ള വസ്തുതകൾ ഇതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വാർത്താ ഏജൻസിക്ക് പോലും ഒരു വാർത്തയ്ക്ക് സ്കോപ്പില്ല. അതെ. അതിന് പകരം നിരന്തരമായി നീട്ടിയൊപ്പിച്ചു. പിണറായി വിജയൻ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന കാലത്തോളം ഒരു ചോദ്യം ചെയ്യലിന് പോലും പോയി ഇരുന്നു കൊടുത്തില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചു. മാത്രമല്ല, ഒരിക്കൽ പോലും ഇവരാവശ്യപ്പെട്ട ഒരു തെളിവും കൊണ്ടു കൊടുത്തില്ല. വേറൊന്ന്, അവസാനം പോകേണ്ടി വരും, ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞു. ഈ അസുഖം എന്ന് പറഞ്ഞ് മാറ്റി വെപ്പിച്ചു. അവസാനം പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനല്ല വരിക, എൻ്റെ വക്കീലാണ് വരിക. അപ്പോൾ ഇവർ കുറച്ചുകൂടി കടുപ്പിച്ചു. പോരാ, ആരുടെ പേരിലാണോ ആരോപണം അയാളാണ് വരേണ്ടത്. അയാൾക്ക് ഇതിന്റെ തെളിവും ഇതിന്റെ രേഖകൾക്കും ശരിയായ ഉത്തരം പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല SFIO നേരത്തെ കൊടുത്ത അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളുണ്ട്, അത് വെച്ച് ചോദ്യം ചെയ്യാം. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പൊ ചുരുക്കത്തില് അന്ന് ഒരു വ്യക്തിയുടെ കേസായി തീരുമായിരുന്ന ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ മോളാണ്, പിണറായി വിജയന്റെ മോളെ സംശയിക്കുന്നത് പോലും തെറ്റാണ്, പിണറായി വിജയന്റെ മോളെ ഉന്നം വെക്കുന്നത് പിണറായിയെ ഉന്നം വെക്കാനാണ്, പിണറായിയെ ഉന്നം വെക്കുന്നത് ഗവൺമെന്റിനെ ഉന്നം വെക്കാനാണ്, ഗവൺമെന്റിനെ ഉന്നം വെക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ തകർക്കാനാണ്. ഇതൊക്കെ ആയിരുന്നല്ലോ ന്യായം. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവസാനം എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ എന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി
വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് ചെയ്യുന്നത്. എല്ലാ ഓഫീസിലും പോയല്ലോ. എക്സാലോജിക്കിന്റെ ഓഫീസിൽ, കോഴിക്കോട്ടെ റിയാസിന്റെ വീട്ടിൽ. ഇവിടെ ഇപ്പം പക്ഷേ ആ റെയ്ഡിന്റെ ഒക്കെ ഫലമായിട്ട് ED 2 തവണ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. വീണ കൊടുത്ത കുറേ മറുപടികളുണ്ട്. ആദ്യമൊക്കെ പറഞ്ഞ വളരെ അവ്യക്തമായ കാര്യങ്ങളായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ വ്യക്തതയുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിലൊക്കെ തന്നെ ക്ലാരിറ്റി ഉണ്ട്. മീൻസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമല്ലാത്ത ഉത്തരങ്ങളാണെന്ന് EDക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ശരണസ് കർത്ത എന്ന് പറയുന്ന നിലവിലെ ഈ ശശിധരൻ കർത്താവിന്റെ മകനെ ഇന്ന് വീണ്ടും വിളിപ്പിച്ചു. എന്തിനു വേണ്ടി? കഴിഞ്ഞ ദിവസം വീണ നൽകിയ മൊഴികളിൽ നിങ്ങൾ പറഞ്ഞ മൊഴികളുമായിട്ട് പൊരുത്തക്കേടുണ്ട്, വൈരുദ്ധ്യമുണ്ട്. അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് നിങ്ങൾ പണം കൊടുത്തല്ലോ, അത് എന്ത് സേവനത്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ വീണ പറയുന്നു ആ സേവനമല്ലെന്ന്. അപ്പൊ വീണയ്ക്ക് ആകെ അറിയാവുന്നത് എക്സൽ എന്ന് പറയുന്ന ഷീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ഈ 2.78 കോടി രൂപയൊക്കെ അത്തരം ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ? പക്ഷേ CMRL വളരെ കൃത്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അവര് ഈ വീണയുടെ കമ്പനിക്ക് പണം കൊടുത്തു, സേവനത്തിനാണല്ലോ. മറ്റൊരു കമ്പനിക്ക് ചാരിറ്റി ഫണ്ട് കൊടുക്കുന്നു, വേറൊരാൾക്ക് വേറൊരു സഹായം കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇവർക്കുണ്ട്. എന്നിട്ട് ഇവർ ആദായ നികുതി വകുപ്പിൽ നിന്ന് അതിൻ്റെ ഇളവ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടുപോകാനുള്ളത് വീണയ്ക്കും വീണയുടെ കമ്പനിക്കും. പക്ഷെ വീണയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വീണയല്ല യഥാർത്ഥ മീൻ. അപ്പൊ വലിയൊരു മീൻ പുറത്തുണ്ട്. ആ മീനിലേക്ക് അന്വേഷണം വരുമ്പോഴാണ് കോടികളുടെ ഇടപാട് വീണയുടെ പേരിലുള്ള അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടത്തി. പക്ഷെ അത് വീണയല്ല നടത്തിയിരിക്കുന്നത്. അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ, അക്കൗണ്ട് ആരുടെ പേരിലാണ്? വീണയുടെ. അപ്പൊ വീണയുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതൊന്നുകിൽ പിണറായി വിജയൻ ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബെനാമി ആയിരിക്കണമല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിണറായി വിജയനെയും കൂടെ മുമ്പിലിരുത്തി ചോദ്യം ചെയ്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് അടുത്ത സമൻസ് അയക്കാം, നിങ്ങൾ ഇന്ന ദിവസം കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം. ഹാജരായാലേ പറ്റൂ. ഇത്രയും നാൾ അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നത് അത്ര വിദൂരമായിട്ട് നമ്മൾ കാണണ്ട. തീർച്ചയായിട്ടും ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത്, ഈ കേസിലെ ചോദ്യം ചെയ്യൽ, ദീർഘമായ ചോദ്യം ചെയ്യൽ, ആദ്യത്തെ ഒരു 7 മണിക്കൂർ, പിന്നെ 9 മണിക്കൂർ, ഈ ചോദ്യം ചെയ്യൽ, അതുപോലെ റെയ്ഡ്, ഇവരുടെ ലോക്കർ പരിശോധന, ഇതിലൊക്കെ ഈ വീണ തൈക്കണ്ടി പറഞ്ഞിരിക്കാനിടയുള്ള ഒരേ ഒരു നുണയേ ഉള്ളൂ. ആ നുണ വെച്ചാൽ പറയാതെ പോയ ഒരു നേര് എന്നേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ആര് പറഞ്ഞിട്ടാണ് മോളെ ഇതൊക്കെ ചെയ്തത് എന്ന ചോദ്യത്തിന് ആകെ വക്കീല് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം മാത്രം ആ കുട്ടി പാലിക്കുന്നുണ്ടാവും. അതെന്താണ്? അച്ഛൻ്റെ പേര് മാത്രം പറയരുത്. പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്ന് പറയരുതെന്ന് മാത്രമേ ഇവർ കാണിക്കുന്ന ഒരു കള്ളത്തരമുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ ശരിയായിരിക്കുമോ പറയുന്നത്? എനിക്കറിയില്ല സാറേ എന്ന് പറയുന്നതാണ് ശരി. ഈ കുട്ടിക്ക് ഇതൊന്നും ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഒരു കമ്പനി നടത്താനോ, അമ്മയുടെ പെൻഷൻ പണം കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമ്പനി തുടങ്ങാനോ, അതിന് ലാഭം ഉണ്ടാക്കാനോ, എന്നിട്ട് ഓരോ വർഷവും വലിയ ടേൺ ഓവർ കാണിക്കാനോ, വലിയ ഇൻകം ടാക്സ് കൊടുക്കാനോ എന്നുള്ള ശേഷി ആ കുട്ടിക്ക് ഇല്ല എന്നുള്ള കൃത്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വന്ന് ഏറ്റവും അവസാനത്തെ ഉത്തരം ആ കുട്ടി പറഞ്ഞു. അതെന്തായിരിക്കണം? ഇത് അച്ഛൻ ചെയ്തതാണ്, പ്രത്യുപകാരം ചെയ്തതും അച്ഛനാണ്, പണം വാങ്ങിയതും അച്ഛനാണ്, എൻ്റെ അക്കൗണ്ടിലൂടെ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ EDക്ക് കറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ ED ബാക്കിയൊക്കെ ചേർത്ത് വായിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വഴിവിട്ട് ഈ കമ്പനിക്ക് കൊടുത്ത സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര നിയമം പൂഴ്ത്തി വെച്ചിട്ട് 5 കൊല്ലം ഇവർക്ക് അഴിഞ്ഞാടാൻ, കരിമണൽ മേഖലയിൽ അഴിഞ്ഞാടാൻ അവസരം കൊടുത്തു. KSIDCയുടെ ഷെയറുകൾ സൗകര്യപൂർവ്വം നിലനിർത്തി കൊടുത്തു. കാരണം എന്താ? KSIDCയുടെ ഷെയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ രാജ്യരക്ഷാ താല്പര്യമുള്ള മോണസൈറ്റ് ഉൾപ്പെടെയുള്ള സംസ്കരിച്ചെടുക്കാനുള്ള അവകാശം ഈ കമ്പനിക്ക് കിട്ടുന്നത്. 2. മൂന്നാമത്തേത്, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വ്യവസായ വകുപ്പിന്റെ കയ്യിൽ എന്നും ഇരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രി എടുത്ത് കയ്യിൽ വെച്ചു. ധാരാളം സൗകര്യങ്ങൾ, അനുമതി ഇവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് സൗകര്യങ്ങൾ സാറേ, അതുകൊണ്ട് അതിന് കിട്ടിയ പണമാണ് എൻ്റെ കമ്പനിയിലൂടെ വന്നു എന്ന് പറഞ്ഞു കാണും. തീർച്ചയായിട്ടും പിണറായി വിജയനിലേക്ക് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അതിൻ്റെ അനുബന്ധ തെളിവുകൾ കൂടിയാണ്. ഒന്ന്, പിണറായി വിജയൻ വീട്ടിലുണ്ട് എന്ന കാരണത്താൽ CPM ആർത്തലച്ചു വന്നു EDയെ ആക്രമിക്കാൻ. വെറുതെ വന്നതല്ല, പാർട്ടിയുടെ ആഹ്വാനപ്രകാരം താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിട്ട് വന്നതാണ് എന്ന് പരസ്യമായിട്ട് തെളിഞ്ഞു. കാരണം ഈ ആക്രമണം നടന്ന ഉടനെ ന്യായീകരിച്ചുകൊണ്ട് CPM നേതാക്കന്മാർ രംഗത്ത് വന്നല്ലോ. അത് ഒന്ന്. വേറൊന്ന്, എക്സാലോജിക് എന്ന കമ്പനിക്ക് AKG സെന്ററിൽ എന്താ ബന്ധം? AKG സെന്ററിൽ അങ്ങനെ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്കോ കമ്പനികൾക്കോ സ്റ്റാർട്ടപ്പുകൾക്കോ വാടക കൊടുക്കുന്ന സംവിധാനം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എക്സാലോജിക്കിന്റെ ഒരു ഓഫീസ് AKG സെന്ററിൽ ഉണ്ട് എന്ന് പോലും ആർക്കറിയാം? ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ എക്സാലോജിക്കിന്റെ അഡ്രസ്സ് AKG സെന്റർ കൊടുക്കുന്നതിന് ആർക്ക് വേണ്ടിയാ? എന്തായാലും വീണ തൈക്കണ്ടിക്ക് അവിടെ റോളും ഇല്ലല്ലോ. ഇല്ല. AKG സെന്ററിൽ എക്സാലോജിക്കിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സാലോജിക്കിന്റെ ഡയറക്ടറായിരിക്കുന്ന വീണ തൈക്കണ്ടിക്ക് ഏറ്റവും വിശ്വസ്തയും ഏറ്റവും അടുപ്പവുമുള്ള ഒരാൾ
AKG സെന്ററിൽ ഉണ്ട് എന്നല്ലേ അർത്ഥം. അതെ. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആഫീസാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് സ്വന്തം മുറിയും സൗകര്യങ്ങളുള്ള ആഫീസാണ്. അപ്പോൾ ഇതിനർത്ഥം എങ്ങനെ വന്നാലും ഇതിൽ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഈ പാർട്ടി കാണിച്ചു കൂട്ടിയ, പാർട്ടി തന്നെ മണ്ടത്തരം കൊണ്ടും അത്യാവേശം കൊണ്ടും കാണിച്ചു കൂട്ടിയ എല്ലാ അബദ്ധങ്ങളും ചേർത്ത് ഏറ്റവും ഒടുവിലാണ് കുറച്ചു പേരെ പ്രതിയാക്കിയല്ലോ. വീഡിയോ ക്യാമറകൾ വെച്ച് പിടിച്ചെടുത്തിട്ട് പ്രതികളാക്കി. വലിയ ഗുരുതരമായ വകുപ്പുകൾ ഇട്ടു. അതിലൊരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് പിണറായി വിജയൻ നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, ഗീനാകുമാരി. അവരുടെ പേരിലും കേസെടുക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ നോട്ടീസ് കൃത്യമായിട്ട് ഇനി യഥാർത്ഥത്തിൽ ഈ കേസിൽ ആദ്യം നോട്ടീസ് വരേണ്ടത് ആർക്കായിരുന്നുവോ അയാളിലേക്ക് അവസാനമാണെങ്കിൽ പോലും അല്പം വൈകിയാണെങ്കിൽ പോലും കരുതലോടെ എല്ലാ പഴുതുമടച്ച് കൃത്യമായ ജാഗ്രതയോടെ ശാസ്ത്രീയമായ അന്വേഷണ മുറയോടെ നമ്മുടെ ED ആ നോട്ടീസ് പിണറായി വിജയൻ എന്ന് കൈമാറും എന്ന് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. സമയത്തിന്റെ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് വരും എന്ന് ഏതാണ്ട് ഉറപ്പായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.